മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബാരലിന് $114 വരെ എത്തി. ഇതിനിടെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു. ഓഹരി വിപണികൾ ഇന്ന് തകർച്ചയോടെയാണ് തുടങ്ങിയത്. സ്വർണത്തിന്റെ വില ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഓഹരി വിപണിയും രൂപയുടെ മൂല്യയിടിവും സംബന്ധിച്ച വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇനിയിപ്പോൾ ഇന്ധനത്തിന് വലിയ വില കൂടാൻ പോകുന്നു. കാരണം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ് യുദ്ധ സാഹചര്യത്തിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഓഹരി വിപണികളെ ബാധിച്ചിരിക്കുന്നത്? എന്താണ് ഇതിനുള്ള കാരണങ്ങൾ? ഇത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇടവരുത്തുമോ? പശ്ചിമേഷ്യയിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ക്രൂഡ് ഓയിലിന്റെ വില അത് 20% വർധനവ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള ഇന്ധനം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലവിലുണ്ട്. പല ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ പലതും അതിന്റെ നിർമ്മാണം ഉൽപാദനം കുറയ്ക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ ചേർന്നതുകൊണ്ടാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബാരലിന് $115 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു ഘട്ടത്തിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അത് ഏതാണ്ട് $80 അടുത്തായതാണ്. ഇപ്പോൾ 115 കടന്നു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് പ്രതിദിനം അധിക ചെലവായി 1850 കോടി രൂപയെങ്കിലും പ്രതിദിനം ഇന്ത്യക്ക് ചെലവാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു നില. മാത്രമല്ല, വിപണിയെയും അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ ആശങ്കകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. ഇന്നും ഓഹരി സൂചികകൾ പരിശോധിക്കുമ്പോൾ സെൻസെക്സ് ഏതാണ്ട് 2.71% ഇപ്പോഴത്തെ നിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒരു ഘട്ടത്തിൽ 3% വരെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സെൻസെക്സ് 76,801 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ സ്വർണത്തിന്റെ വിലയിലും യഥാർത്ഥത്തിൽ ഈ സാധാരണ ഈ തരത്തിൽ സംഘർഷങ്ങളും മറ്റുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ സ്വർണ്ണവില താഴേക്ക് പോകുന്നതാണ് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ കാണുന്നത്. അതിന് പ്രധാനമായുള്ള കാരണം ഒന്നാമത്തേത് ഡോളറിന്റെ മൂല്യം അത് വർദ്ധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഒന്ന്. ഇപ്പോൾ രൂപയുമായുള്ള വിനിമയം നമ്മൾ പരിശോധിക്കുമ്പോൾ സർവകാല റെക്കോർഡിലാണ്, സർവകാല താഴ്ചയിലാണ് രൂപയുള്ളത്. $92.33 എന്ന നിലയിലേക്ക് ഒരു ഡോളർ കൊടുത്താൽ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡോളർ ശക്തിയാവുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോളണ്ട്, റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ സ്വർണം വിറ്റഴിക്കുന്നതും ഈ സ്വർണത്തിന്റെ വില കുറയുന്നതിന് കാരണമാവുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ സ്വർണത്തിന്റെ വില ഏതാണ്ട് $180 ഇന്നിപ്പോൾ താഴ്ന്നിട്ടുണ്ട് ഗ്രാമിന്. അങ്ങനെയെങ്കിൽ ഒരു ഗ്രാം സ്വർണത്തിന് ഇപ്പോൾ 14,820 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ശരി, നമ്മളോടൊപ്പം ചേർന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.